വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുറേ തുണികൾ മടക്കി വെക്കാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും മടിയുള്ളൊരു പരിപാടിയായിരിക്കും ഈ തുണി മടക്കി വെക്കൽ കേട്ടോ. എല്ലാവർക്കും വാഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ക്ലീൻ ചെയ്ത് തിരിച്ച് മടക്കി അതേ സ്പേസിൽ വെക്കുക എന്നുള്ളതും വലിയൊരു ടാസ്ക്കാണ്. മോളുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന ഏരിയ കുറച്ചൊന്ന് റെഡിയാക്കി വെച്ചാൽ കേട്ടോ. ചെറിയ ആളുടേത് മാത്രമാണ് ഈ ഏരിയയിൽ. ഈ ഒരു ചെറിയൊരു കബോർഡ് നിറയെ അവളതാണ് കേട്ടോ. പിന്നെ അതിൽ കുറച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഇതൊന്ന് സെറ്റാക്കി. ഇനി അതിനുശേഷം ഓരോരുത്തരുടെയും ഡ്രസ്സുകൾ സെറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഇതൊരു വീക്കെൻഡ് കഴിയുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്കോ നമ്മളൊന്ന് ചെയ്യൽ നിർബന്ധമായിരിക്കും കേട്ടോ. ഇതിന് ഞങ്ങളെ കബോർഡാണ് കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് ഞാനും നാസിയും ഒക്കെ വെക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഇതുണ്ടോ, എല്ലാവരുടെയും ഡ്രസ്സ് പല തവണയായിട്ട് നമ്മൾ എടുക്കുമ്പം ഇങ്ങനെ ആവുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കും ഇത് മടക്കി വെക്കുമ്പോൾ ഇനി മുതൽ ഇങ്ങനെ ചെയ്തത്. ഇവിടെയുള്ളൊക്കെ ഞാൻ എടുത്തു കളഞ്ഞു കേട്ടോ. പേരിൽ ഞാനങ്ങനെ ബാഗ്, ബുക്ക് എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ബുക്സൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഇവിടെയുള്ളതൊക്കെ ഞാനിപ്പോൾ എടുത്ത് മാറ്റി. ഇതാ താഴേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഇന്നത്തെ ഡ്യൂട്ടി. ആ സമയത്ത് ഇവിടെ ഒരാൾ എന്തെല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ കുറേ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എല്ലാം ഒന്ന് കറക്റ്റ് മടക്കി വെക്കാൻ വേണ്ടി പോവാണ്. ഞാൻ ചെയ്യുന്നത് ഓരോ ഏരിയയും ഫസ്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ് കേട്ടോ. മൊത്തത്തിൽ വലിച്ചിടുമ്പോൾ എല്ലാ ഡ്രസ്സും കൂടി മിക്സ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്ഥാനങ്ങളൊക്കെ താഴെ പോയിട്ടുണ്ട് അല്ലേ പാപ്പു? ഞാൻ ആദ്യം ഇവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് എന്നിട്ട് വീണ്ടും ഇവിടേക്ക് ഓരോന്നും അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് വന്നേ കേട്ടോ. അപ്പോൾ അയാൾ ഇവിടെ ഓർഗനൈസറൊക്കെ എടുത്തിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നുണ്ടല്ലോ, ഇതേപോലെ സിബിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് കുറച്ചുകൂടെ ടവല് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ജീന് അതുപോലുള്ളതെല്ലാം ഒരേപോലെ സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. അപ്പം നമുക്ക് എടുക്കാൻ കുറച്ചുകൂടി ഈസി ആവുന്ന രീതിയിൽ ജീന് മാത്രമായിട്ട് സെപ്പറേറ്റ് മടക്കി വെക്കുകയാണ്. എല്ലാ തവണയും മടക്കി വെക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഇനി ഇതൊരിക്കലും ഇതേപോലെ മിക്സ് ആക്കില്ല, എല്ലാം ഇതേപോലെ തന്നെ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി മിക്സ് ആവും. പക്ഷേ എന്നാലും ഇടയ്ക്ക് ഇതേപോലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ഓർഡറിലൊന്നും ഉണ്ടാവില്ലല്ലോ. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ സ്ഥിരം ഇടുന്നൊന്നും ആയിരിക്കില്ല കേട്ടോ. അപ്പം ഞാൻ സ്ഥിരം ഇടുന്നതായിട്ടും ഡെയിലി യൂസിൻ്റെത് വേറെയും, അതേപോലെ നമ്മളിപ്പം വലിയ ടോപ്പുകൾ, കുർത്ത അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറെ ആയിട്ട് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഇങ്ങനെയുള്ള സൽവാർ ടൈപ്പൊക്കെ വേറെ തന്നെ വെക്കാൻ വേണ്ടി പോകണം. ചില ഡ്രസ്സൊക്കെ നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിക്കും കേട്ടോ. പിന്നെ അത് ഇടാൻ നമുക്ക് ഇടുമ്പം പിന്നെ ഇടണോ വേണ്ടേ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉള്ളതുണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെയല്ല കേട്ടോ. ഞാൻ ഈ ഒരു ടോപ്പ് എനിക്ക് എന്തിനോ വേണ്ടി എടുത്തത്, പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. നല്ല വൈറ്റ് കളറൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഇതേപോലെ ഞാൻ വാങ്ങിച്ചതാണ്, പക്ഷെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡ്രസ്സുകളെയും വേറെ തന്നെ സെറ്റ് ചെയ്ത് വെക്കണം. ശരിക്കും ഇതേപോലുള്ള ഡ്രസ്സുകളൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വെക്കാം കേട്ടോ. പക്ഷേ അയൺ ചെയ്യലും ഇത് സെറ്റ് ചെയ്യലും കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇതേപോലെ മടക്കി വെക്കുന്നേ ഉള്ളൂ. ഇത് അതേപോലെ ഒരു സൽവാർ സെറ്റാട്ടോ. അതിന് ഇതേപോലത്തെ ഒരു നല്ല ഷോളും വരുന്നുണ്ട്. താഴെ ഇങ്ങനെ വർക്കൊക്കെ ആയിട്ട്, ഇതിൻ്റെ താഴെയും ഇതേപോലെ ഇങ്ങനെ ബോർഡറിൽ വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ലൊരു കളറും നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ്. ഇപ്പോൾ സൽവാറുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതും അതേപോലെ നല്ലൊരു സൽവാറാണ്. ഇതിൻ്റെ കൂടെ ഒരു നല്ല സെയിം കളറിൽ തന്നെ ഒരു ദുപ്പട്ടയും വരുന്നുണ്ട്.
ഇത് H&M കണ്ടെടുത്ത കേട്ടോ. പക്ഷേ ഇങ്ങനത്തെ സൽവാറിന് പാൻറ് ഉണ്ടാവില്ല. പാൻറ്റിന് പകരം ഇത് നല്ല ലെങ്ത് ആയിട്ടുള്ള ടോപ്പ് തന്നെ ആയിരിക്കും കേട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് ഷോളുകളാണ് കേട്ടോ ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതേപോലെയുള്ളതൊക്കെ ഒരുമിച്ച് തന്നെ വെക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ പാർട്ടി വെയറിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ആയിട്ട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിനെ സെപ്പറേറ്റ് തന്നെ മടക്കി വെക്കുകയാണ്. ഷിഫോൺ ടൈപ്പ് ഷോളുകളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചു കേട്ടോ. അതിൻ്റെ കൂടെ അല്ലാതെ പാർട്ടി വെയർ ടൈപ്പ് ആയിട്ടുള്ളത് വേറെ സെപ്പറേറ്റ് എവിടെയും മടക്കി വെച്ചു. ഇതിൻ്റെ കൂടെ ബാക്കിയെല്ലാം കൂടെ മടക്കി വെച്ചുകൊണ്ടിരിക്കും. ഇത് രണ്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻസാണ് കേട്ടോ. ഇതും ഇപ്പം അടുത്ത് ഞാൻ വാങ്ങിച്ചതിലുള്ള തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് നല്ല ചുരിദാറിൻ്റെ കൂടെ അതേപോലെ കുർത്തേൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ്. അതേപോലെ നിങ്ങൾ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതേപോലെയുള്ള ഷോർട്ട് ടോപ്പുകളൊക്കെ വേറെ തന്നെ സെപ്പറേറ്റ് മടക്കി വെക്കുകയാണ് കേട്ടോ. അതിൽ ഇങ്ങനെ വരുന്ന ഡെനിമിൻ്റെ അങ്ങനത്തെ ടൈപ്പ് ടോപ്പുകളൊക്കെ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വേറെ മടക്കി വെക്കുകയാണ്. ഇത് അതേപോലെ നല്ല 2 ടോപ്പുകളാണ് കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയലും നല്ല രസമുള്ള നല്ലൊരു ക്ലോത്താണ്. ഇതും ഇതേപോലെ H&M വാങ്ങിച്ചിട്ടുള്ള തന്നെയാണ്. ഇതിനും എന്താ പറയുക കുർത്ത ടൈപ്പാണ്. നമുക്ക് ജീൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന കേട്ടോ. നല്ല ലോങ് ആയിട്ടുള്ള നല്ല ടോപ്പ് തന്നെയാണ്. ഇതേപോലുള്ള ഓർഗനൈസർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ ടവൽ, ഷോക്സ് അതുപോലുള്ള ചെറിയ നമ്മുടെ ഇന്നേഴ്സൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും അത് തിരിച്ച് വെക്കാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. പിന്നെ സ്റ്റോർ ചെയ്യാനും നമ്മുടെ അലമാരയിൽ കുറച്ചുകൂടി സ്പേസ് ഉണ്ടാവും. അതിൻ്റെ മേലെ തന്നെ വേറെ ഒരു സ്റ്റോറേജ് ബോക്സ് കൂടെ വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. നമുക്കിതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോറേജ് ബോക്സുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ പാപ്പുവിൻ്റെ സ്നെഗ്ഗിയും കാര്യങ്ങളൊക്കെ ഇതങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാപ്പുവിൻ്റെ റൂമിൽ കൊണ്ടുവെക്കാൻ വേണ്ടി പോവാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. കമ്മലും കാര്യങ്ങളൊന്നുമല്ല, അല്ലാതെയുള്ള ക്രീം കാര്യങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ബാക്കി ആമീൻ്റെതൊക്കെ ആമീൻ്റെ ഷെൽഫിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്ക് വേണ്ടതൊരു ചെറിയ ഇതേപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഡ്രസ്സുകളും ഇതേപോലെ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഷർട്ട്, ടീഷർട്ട് അങ്ങനെയുള്ള ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ ഇതിൽ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൽ അയൺ ചെയ്യാനുള്ളത് ഞാൻ സെപ്പറേറ്റ് തന്നെ മടക്കി വെച്ചു. അയൺ ചെയ്തിട്ട് ഞാനിങ്ങനെ ഹാങ് ചെയ്ത് വെക്കാറില്ല കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അലമാര ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും നമുക്ക് തുണികൾ വെക്കാൻ വേണ്ടിയിട്ട് തികയില്ല എന്നുള്ളതാണ് സത്യം. ശരിക്കും ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ ഒരു ഏരിയ തന്നെ ചെയ്യുന്ന സമയത്ത് അവിടെ അതിൻ്റെ താഴെ പിന്നെ ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ ആവശ്യത്തിന് മാത്രം തേച്ച് വെക്കാറുള്ളൂ കേട്ടോ, അയൺ ചെയ്ത് വെക്കാറുള്ളൂ. അപ്പോൾ ഈ അലമാരയിലെ സ്പേസിൻ്റെ പരിമിതി കാരണം ഞാൻ ഈ ബാഗുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റി കേട്ടോ. പിന്നെ അതേപോലെ മെറ്റീരിയലുകൾ ഏറ്റവും നന്നായിട്ട് അടിപൊളിയായിട്ട് കിട്ടുന്നത് കാലിക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കാലിക്കറ്റിൽ മെട്രോ, അതുപോലെ വേറൊരു സ്പോട്ട് എന്ന് പറയുന്നത് തോട്ടത്തിൽ. അവിടെയൊക്കെ നമുക്ക് നല്ല മെറ്റീരിയൽസ് കട്ട് ചെയ്ത് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷോർട്ട് കുർത്തയൊക്കെ തയ്ക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്ലോത്ത് അവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങൾക്ക് പുതിയ കമൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.